മാർച്ച് 13-നാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച വലിയ ജനത്തിരക്ക് തന്നെയാണ് ഈ ആറ്റുകാൽ പരിസരത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ 5 മണി മുതലൊക്കെ പലരും ക്യൂ നിന്നിട്ടാണ് അല്പസമയം മുമ്പ് ഏകദേശം 11 മണിയോട് കൂടി അകത്തേക്ക് കയറാൻ കഴിയും. അത്രയ്ക്ക് വലിയ ആളുകളാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ ക്ഷേത്ര പരിസരത്തിലേക്ക് എത്തുന്നത്. ചൊവ്വാഴ്ചയും ഒക്കെ വലിയ രീതിയിലുള്ള തിരക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 45 ലക്ഷത്തോളം ആളുകളെയാണ് ഇത്തവണ ഈ പൊങ്കാല ഇടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ മേഖലയിലും അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏറ്റവും പ്രധാനമുള്ളത്. അതൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അകത്ത് ഒക്കെ പോലീസ് കൺട്രോൾ റൂം സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ CCTV ദൃശ്യങ്ങളടക്കം 24 മണിക്കൂറും പരിശോധിക്കുന്നടക്കമുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മോഷണം നടത്തുന്നവരൊക്കെ ഇവിടെ എത്തിയാൽ കണ്ടുപിടിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഈ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ആറ്റുകാൽ അമ്പലത്തിലേക്ക് ദേവി ദർശനത്തിനായി വന്നിരിക്കുന്ന ആളുകളുടെ നീണ്ട നിര തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെയാണ് പലരും ഇവിടെ ദർശനത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. ആ നീണ്ട നിരയുടെ വലിയ ക്യൂ നമുക്ക് ഇവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ചൊവ്വാഴ്ചയും വലിയ രീതിയിൽ തിരക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ. ഇവിടെ ക്യൂ നിന്നവർക്ക് കുടിവെള്ള വിതരണമൊക്കെ നടത്തുന്നുണ്ട്. തൊട്ട് മുമ്പിൽ കാപ്പുകെട്ടും ഒപ്പം തന്നെ തോറ്റംപാട്ടും നടത്തുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് നമുക്ക് ഇവിടെ സജ്ജീകരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ എത്ര മണി മുതലാണ് ക്യൂ നിൽക്കുകയാണ്? 1 മണിക്കൂറായി. 1 മണിക്കൂറായി. നട അടയ്ക്കുന്നതിന് മുമ്പ് കയറാൻ കഴിയുമോ? നട അടയ്ക്കുന്നതിന് മുമ്പ് അകത്തേക്ക് കയറാൻ കഴിയുമോ? പറ്റുമെന്ന് അറിയത്തില്ല. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. കൊല്ലത്തുനിന്ന് വന്നിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറായി ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. നീ നട കയറണം, പോയി തൊഴണം. പുറത്തൊക്കെ ഭയങ്കര വെയിലായിരുന്നു. അതൊന്നും പ്രശ്നമല്ലേ? വെയിൽ ഭയങ്കര വെയിലാണ്. പ്രശ്നമില്ല. ദേവിയെ കാണാൻ വന്നേ ഇല്ലേ, അമ്മയെ കണ്ട് തൊഴാനാണ് വന്നത്. പൊങ്കാലിടാൻ വരാറുണ്ടോ? പൊങ്കാലയുടെ ഒപ്പം വരാറില്ല, തൊഴാൻ വന്നു. ക്യൂ നിന്ന് ക്ഷീണിച്ചോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എത്തരത്തിൽ കൊല്ലത്തു നിന്നൊക്കെ വന്ന ഏകദേശം 1.5 മണിക്കൂർ പുറത്ത് നിന്ന് അമ്പലത്തിൻ്റെ പുറത്ത് ക്യൂ നിന്നിട്ടാണ് ഇവർക്കൊക്കെ ഇപ്പോൾ അകത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും ഏകദേശം അരമണിക്കൂറോളം ക്യൂ നിന്നാൽ മാത്രമേ ഇവർക്കൊക്കെ അകത്തേക്ക് കയറാൻ കഴിയുള്ളൂ. വേഗത്തിൽ ഈ ദർശിക്കാൻ എത്തിയവരെ അകത്തേക്ക് കടത്തിലുള്ള സംവിധാനവും തിരക്ക് കൃത്യമായി നിയന്ത്രിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും വലിയ രീതിയിൽ ക്യൂ നമുക്ക് കാണാൻ കഴിയും. ഇതിന് പുറകോട്ട് നമുക്ക് നിരവധി ആളുകൾ ദേവി ദർശനത്തിനായി ഈ അമ്പലത്തിൻ്റെ നടയിൽ ക്യൂ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ഈ റോഡിലേക്ക് ഈ നീണ്ട നിര അങ്ങ് റോഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. എന്തായാലും പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് ഒരുക്കങ്ങളൊക്കെ തന്നെ അമ്പലത്തെ പരിസരത്തും ഒക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ കുടിവെള്ള വിതരണങ്ങൾ ഈ ക്യൂ നിൽക്കുന്നവർക്ക് കുടിവെള്ള വിതരണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി നൽകുന്നുണ്ട്. പോലീസുകാർ ഇൻസ്ട്രക്ഷൻ കൃത്യമായി തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആറ്റുകാൽ ട്രസ്റ്റിൻ്റെയും ഒക്കെ മേൽനോട്ടത്തിൽ വിപുലമായ രീതിയിലുള്ള പൊങ്കാല മഹോത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന് മുന്നേ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ വലിയ നീണ്ട നിരയും വലിയ രീതിയിലുള്ള തിരക്കും നമുക്ക് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.